ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളത്തെ സുഭാഷ് പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളത്തെ പാർക്ക് കാണുന്നത്. അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ തരത്തിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല പാർക്കാണ്. നിറയെ വൃക്ഷങ്ങളും വൃക്ഷത്തണലിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം. മുതിർന്നവർക്ക് കുഞ്ഞുങ്ങൾ കളിക്കുകയും ചെയ്യും. അതുപോലെ നല്ല പുൽത്തകിടികളും ഒക്കെ ഉണ്ട് കേട്ടോ. പുൽത്തകിടിയിൽ നമുക്ക് കിടക്കാം, ഇരിക്കാം, ഒക്കെ ചെയ്യാം. കണ്ടോ, ഇത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം മാതാപിതാക്കൾ. എനിക്ക് നോക്കി നിൽക്കുമ്പോൾ ചെറിയ പേടിയായിരുന്നു, ഇത്രയും ഹൈറ്റ് അല്ലേ ഇത്. അതുകൊണ്ട് താഴെ സിമൻ്റാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ കുഞ്ഞു കുട്ടികളും വലിയ മക്കളും ഒക്കെ അതിൽ കളിക്കുന്നുണ്ട്. ഇത് അച്ഛൻ്റെ മോനും അലനുമാണ് കേട്ടോ. ഇത് കപ്പയുടെ മോനാണ്. അപ്പോൾ ഇവരെ മൂന്നുപേരെ ഞാനും ഏറ്റെടുത്തു പാർക്ക് കളിപ്പിക്കാൻ. ബാക്കി കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അവരെൻ്റെ കൂടെ വന്ന ചേച്ചിമാരുണ്ട്, അവർ നോക്കിക്കോളും. എനിക്ക് സത്യം പറഞ്ഞ കാലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, വേദനയായിരുന്നു. പക്ഷേ ഇരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇവർ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ പേടി, ഇരിക്കാൻ തോന്നില്ല. അങ്ങനെ ഇരിച്ച് അവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. മോനെ മുറുകെ പിടിച്ചു എന്നൊക്കെ. ചില മാതാപിതാക്കൾ അതിൻ്റെ മേളിൽ കയറി നിൽപ്പുണ്ട് കേട്ടോ. അവരുടെ കൂടെ മക്കളുടെ കൂടെ കുഞ്ഞു കുട്ടികളുണ്ട്. അതുപോലെ ഇവരെ ഒരു സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത്ര വയസ്സിനുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ കളിക്കാവൂ, എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഉത്തരവാദിയല്ല എന്നൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി. അങ്ങനെ ഞാൻ കൂടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം നിന്ന് എന്നിട്ട് ഞാൻ വിളിക്കുന്നു, വാ പോകാം, മതി, ഇനി വേറെ പാർക്കുണ്ട് അവിടെ പോകാമെന്നൊക്കെ. ഒരു രക്ഷയില്ല, ഒരു കളിയോട് കളി തന്നെ. കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾ എറണാകുളത്തേക്ക് വരുമ്പോൾ മക്കൾ ഒക്കെ ആയിട്ട് വേണം വരുന്നതെങ്കിൽ ഇവിടെ ഒന്ന് കയറണം കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീംസും അവരുടെ ടോയും ഒക്കെ ഉണ്ട് കേട്ടോ വിൽക്കാനായിട്ട്. വലിയ കടകളല്ല, ചെറിയ ചെറിയ കടകളായിട്ട്. അതുപോലെ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും പാർക്കിൽ വന്നില്ല കേട്ടോ. കുറച്ച് പേര് ഈ വാട്ടർ മെട്രോ ഉണ്ടല്ലോ, അപ്പോൾ അത് കയറിയിട്ടില്ല. അങ്ങനെ അവർ അതിൽ കയറാൻ പോയി. ഞങ്ങൾ ഒരു ബോട്ടിംഗ് കഴിഞ്ഞാണ് ഇവിടെ വന്നത്. പിന്നെ നമ്മളൊരു ബോട്ടിംഗ് ഓൾറെഡി 1.5 മണിക്കൂർ ആണ് കേട്ടോ. അതിൽ കയറിയത് കൊണ്ട് നമ്മൾ പിന്നെയും വാട്ടർ മെട്രോയിൽ കയറാൻ പോയില്ല. നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളെ ഒരു സന്തോഷത്തിനായി പാർക്കിലേക്ക് വന്നു കേട്ടോ. അവർക്ക് എന്തിൽ പോയാലും പാർക്കിൽ കിട്ടുന്ന സുഖം അവർക്ക് കിട്ടത്തില്ല. ഒരു പാർക്കാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ മോൻ അങ്ങനെയാണ് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ അങ്ങ് വിട്ടേക്കല്ലേ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വേണ്ട ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. 3 പേര് ഒരു പോലത്തതാണ്. ട്രെയിൻസ് ആണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവരിത് ഇതിൽ കയറി കേട്ടോ. ഇതൊരു ജിറാഫിൻ്റെ മോഡലിൽ വെച്ചിരിക്കുന്ന ഒരു ടോയാണ് കേട്ടോ. ഇതിലവർക്ക് കയറിയിട്ട് ഇറങ്ങാം, അങ്ങനത്തത്. ഇത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത് അപ്പുറത്തെ വശത്ത് നിൽക്കുന്നില്ല ഒരു ട്രീ, അപ്പോൾ അതിൻ്റെ അത്ര ഏകദേശം ഹൈറ്റ് ഉണ്ട്. കണ്ടോ, അവർ സിമ്പിളായിട്ടാണ് കേട്ടോ കയറി നിൽക്കുന്നത്. നമുക്ക് കാണുമ്പോൾ പേടി തോന്നും. അപ്പോൾ ഇവിടെ എനിക്ക് ഇരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ താഴെ ഉണ്ടോ, സിമൻ്റാണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് അടുത്തത് ഏണി പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലോബ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ കയറി കളിക്കാം.
ഇതും നല്ല ഹൈറ്റ് ഉണ്ട്, താഴെ സിമെൻ്റാണ്. കണ്ടോ, അവർ ഒരു സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ പേടി തോന്നും. നല്ലല്ലോ, സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇറങ്ങേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഞാൻ പറയാണ്, മുറുകെ പിടിച്ചോ, വിടരുത് കൈ. തേറ്റൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നെങ്കിലും അവ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെയും കുറച്ച് നേരം നിന്നു. ഇവരെ ഇനി വിട്ടാൽ ശരിയാവില്ല കേട്ടോ, അങ്ങോട്ടൊക്കെ വേറെ ഇതുണ്ട്. അപ്പോൾ ഇനിയും നിറയെ ഉണ്ട് കേട്ടോ ഇവരെ കളിക്കാനുള്ള. അപ്പോൾ വിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെയർ, ഇത് സിമെൻറ്റിൽ ചെയ്താണോ തടിയിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ, പകുതി ദൂരം പോയിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ വന്നു. തിരിച്ച് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഇവിടെ മാത്രമാണെങ്കിൽ പോയി നോക്കായിരുന്നു. ഫുള്ള് നടന്ന് ഒരു പദം വന്നിരിക്കുകയായിരുന്നു കാല്. ഇപ്പോൾ ഇതാണ്ടോ, ഒരു മരം കണ്ടപ്പോൾ പിന്നെ അതിനെ മരത്തിൽ വലിഞ്ഞ് കയറുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു വൃക്ഷമാണ് കേട്ടോ. അതിൻ്റെ ശിഖരങ്ങളായാലും വളഞ്ഞ് പൊളഞ്ഞ് നല്ല ഭംഗിയാണ് കാണാൻ. ഉണ്ടോ, ഇവിടെ നല്ല ഷോർട്സൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ആരും എടുത്തില്ല കേട്ടോ, എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. ഓരോരുത്തർ പുൽത്തകടിക്ക് കിടക്കുന്നു, ചിലർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, കുഞ്ഞുമക്കൾ തളരത്തില്ല കേട്ടോ, അവന് അങ്ങനെ ഒരു താളത്തിൽ എങ്ങനെ നിൽക്കും. താളത്തിട്ടാണോ ഇനി മരത്തിൽ കയറി ഇരിക്കണേന്ന് അറിയാൻ പാടില്ല, എന്നാലും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാണ്, വാ പോകാം, ഒരു രക്ഷയില്ല. ഇതൊരു വേറെ വൃക്ഷമാണ് കേട്ടോ, അതേപോലത്തെ. ഇത് നിറയെ വൃക്ഷം നിൽപ്പുണ്ട്, എല്ലാം ഇതുപോലെ തന്നെ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ അവിടെ ഒരു ചെയർ ഇട്ടിട്ട് ഒരാൾ റെസ്റ്റ് ചെയ്യുന്ന കേട്ടോ. അതുപോലെ എല്ലാ വൃക്ഷത്തിൻ്റെ ചുവട്ടിലും ചെയർ ഇട്ടിട്ടുണ്ട്. ഇത് അയച്ചാൽ നിൽപ്പുണ്ട് കേട്ടോ. നമ്മളെ കാണാനില്ലാത്തതുകൊണ്ട് വിളിക്കാൻ വന്നതാണ്. നമ്മൾ ടൂർ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.